തങ്കച്ചി മണക്കാട് ചന്തക്കടുത്ത് ഉള്ള OMA ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് മണിച്ചിയെ കണ്ടുമുട്ടാൻ നമ്മുടെ കണ്ണനെല്ലൂരിൽ പഴങ്ങാലത്ത് അല്ല പഴങ്ങാലല്ല പിന്നെ പാലമുക്കിന്നാണ് ഞാൻ വരുന്നത്. പക്ഷെ വരുന്നെങ്കിലും എന്നെ വേറൊരു കൂട്ടർ കൊണ്ടുവരാനിരുന്നായിരുന്നു. അപ്പൊ അവരെന്നെ പറ്റിച്ചിട്ടങ്ങ് പോയി. അന്നേരം പറ്റിച്ചിട്ട് പോയത് കൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്നങ്ങ് തനിച്ചു വന്നു. ഇത്തിരി വിഷമിച്ചെങ്കിലും നമ്മുടെ വീട്ടിന്റെ ചവിട്ടടിയിലുള്ള വേറെ രണ്ടുപേര് നമ്മുടെ വീട്ടിന്റെ ബാക്കിലുള്ളവർ രണ്ടുപേര് വന്നപ്പോൾ എന്നോട് പറഞ്ഞു വിഷമിക്കേണ്ട, അങ്ങനെ എനിക്ക് അമ്മക്ക് പോവാം, ഞങ്ങൾ കൊണ്ട് കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞ് അമ്മക്ക് പിന്നെ ഇവിടുന്ന് ആട്ടോ വിളിച്ച് കൊല്ലത്തി എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ പോയി. ബസ്സിൽ വന്നിട്ട് ഞങ്ങൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ കയറി ട്രെയിനകത്ത് പോയി. അങ്ങനെ ആദ്യമായിട്ടാണ് എന്റെ പല പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആദ്യം അതുപോലെ വരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ എന്തോ തടസ്സമാണോ എന്തോന്ന് എനിക്കറിയില്ല. ശരിക്കും അമ്മ ഈ തവണ ആറ്റുകാൽ അമ്മ ശരിക്കും അമ്മയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ തവണ അമ്മയുടെ വീട്ടിന്റെ അരികിലുള്ളവർ തന്നെ അമ്മയെ കൊണ്ടുവന്നില്ലേ. അമ്മയ്ക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത്? അതെ, ഇപ്പം വന്ന് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മനസ്സ് നിറഞ്ഞ് അമ്മയെ വിളിച്ചാൽ മതി. ആറ്റുകാൽ അമ്മയെന്നുള്ള ഒരു വിളിയാണ് നമുക്ക്. അന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ വന്നെത്തിയത്. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും വലിയ ഞാൻ ഇപ്പോഴും ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരുന്നതാ. എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒത്തല്ലോ എന്ന് വിചാരിച്ചു. അമ്മ കരയൊന്നും വേണ്ട, അമ്മയുടെ അനുഗ്രഹമുണ്ട്. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് അമ്മയ്ക്ക് ഈ നിമിഷം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലേ. മനസ്സ് നിറഞ്ഞ് അമ്മയെ വിളിക്കുക. എന്തായാലും അമ്മയ്ക്ക് നാളെയോടുകൂടി പൊങ്കാലയിട്ട് ദർശനം കഴിഞ്ഞ് അമ്മയ്ക്ക് മടങ്ങാലോ. ഇപ്പൊ ഈ തിരക്കൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു അമ്മയ്ക്ക്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഇതായിട്ട് വന്നപ്പോഴേ എനിക്ക് ഇവിടെ വന്ന് ഇത്രയും പൊങ്കൽ എടുക്കാനും വയ്ക്കാനും എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒത്തപ്പോഴേ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കാര്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമാണ്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ശരിക്കും അമ്മയെ ആറ്റുകാൽ അമ്മ ഈ തവണ അനുഗ്രഹിച്ചിരിക്കുന്നു. കാരണം അമ്മ വിഷം വെച്ചത് കണ്ടില്ലേ, അമ്മയ്ക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞല്ലോ. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഈ ഒരു ഇത്രയും വലിയ ക്രൗഡിന് മുമ്പിൽ ഈ ഒരു വർഷം അമ്മയ്ക്ക് വന്ന് പൊങ്കാലയിടാൻ കഴിഞ്ഞില്ല. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, അമ്മ വെളിപ്പുറത്താണ് എന്ന്. സത്യമാണ്. അമ്മ കണ്ടു അത്. അമ്മ ആ ഒരു അതിലാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ പോയി കാപ്പിയും മേടിച്ചുകൊണ്ട് വന്ന് 2 പാത്രത്തിൽ മേടിച്ചുകൊണ്ട് വന്നെങ്കിൽ ഒരു പാത്രത്തിൽ ഞാൻ കഴിച്ച്. അന്നേരം ഈ ബംഗാളിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ബംഗാളി പറഞ്ഞ് ഇവിടെ അടച്ചു പോയി, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ആ ഒരു മനസ്സുണ്ടല്ലോ, ഒരാൾക്കും കൂടി ആ ഒരു അന്നം കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ. അത് തന്നെ വലിയൊരു. അന്നേരം ഞാൻ വിചാരിച്ചു, അങ്ങനെ ഞാൻ അത് എടുത്തതാ ഇവിടെ അടച്ചു വെച്ചിരിക്കുക. അടച്ചു വെച്ചിട്ട് വല്ലവരും ചവിട്ടി തേക്കോ ഇല്ലയോ എന്നുള്ളത് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേ വന്ന് വിളിക്കുന്നത് തന്നെ. എന്തായാലും നന്നായി, ഇങ്ങനെ ഒരു അമ്മയെ ഇവിടെ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. അമ്മേ എന്തായാലും എല്ലാവിധ ആറ്റുകാൽ അമ്മയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്